ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കേക്കുകൾ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുറച്ചായിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ശരിക്കും നമുക്ക് കുറച്ചധികം കേക്കും ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിള്ളേർക്കും പാടില്ലാതെയൊക്കെ ആയി 2 പ്രാവശ്യം അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പഞ്ച് നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ദിവസം ബൾക്കായിട്ട് വരുന്ന സ്പഞ്ചൊക്കെ ഒരുമിച്ച് ഇതേപോലെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമും ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് മിക്സർ വന്നതിന് ശേഷം കൈക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബീറ്റർ വെച്ചിട്ടാണ് മൊത്തം യുദ്ധവും ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ക്രീം ബീറ്റ് ചെയ്യലും അതേപോലെ സ്പഞ്ച് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് രാത്രിയാകുമ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാനുള്ള കേക്കുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്ന ഈ ഡിസൈൻസ് എല്ലാം നമുക്ക് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഈവനിങ്ങിൽ കൊടുക്കാനുള്ള റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. നോർമൽ ഡിസൈൻ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രീം ചെയ്തതിന് ശേഷം ബാലൻസ് ക്രീം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമല്ലേ. അപ്പോൾ ചില സമയത്ത് എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒരു സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നും. അപ്പോൾ സ്മൂത്ത് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് വിപ്പ് ചെയ്യാത്ത ക്രീം നമ്മൾ ഈ വിപ്പ് ചെയ്ത ക്രീമിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സ്പാച്ചിലിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്മൂത്തായിട്ട് കിട്ടും. നമുക്ക് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ വക ട്രിക്കുകളൊക്കെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചില ക്രീമിലേക്ക് കളർ ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ ക്രീം ലൂസാകും. അപ്പോൾ കളർ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ലൂസായിട്ടുള്ള ക്രീം ആഡ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രീം ഒന്ന് ലൂസാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായത് കേട്ടോ. ഒരു 2 ടയറിൽ ചെയ്യാനുള്ള കേക്കായിരുന്നു, ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കേക്ക് ചെയ്തു. നമ്മൾ ക്രം കോട്ടിങ് ഫൈനൽ കോട്ടിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. മേളിൽ വെക്കാനുള്ള ലെയറും ഇതുപോലെ ചെയ്തിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും താഴെ എന്താണ് ഈ സ്റ്റീൽ പാത്രം വെച്ചേക്കണേന്ന് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതൊരു ചെറിയ എളുപ്പപ്പണിയാണ്. കാരണം നമ്മളുടെ ബേസ് നമുക്ക് വേറെ സെപ്പറേറ്റ് ചീത്താവുകയുമില്ല. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വിട്ടുപോരുകയും ചെയ്യും ഈ പാത്രത്തിൻ്റെ മേളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഫീൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ബാച്ച് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റാൻഡ് മിക്സറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഓവനും കുറച്ച് ചെറുതാണ് കേട്ടോ. 36 ലിറ്ററിൻ്റെ ആണ്. അപ്പം അതനുസരിച്ച് എനിക്ക് കുറച്ച് കേക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ബാച്ച് കൊടുക്കാനുള്ള കപ്പ് കേക്ക്സും അതേപോലെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി നന്നായിട്ട് തണുക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ട് ക്രം കോട്ടിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ക്രം കോട്ടിങ് ചെയ്യുന്ന വീഡിയോസ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഒരുപാട് കേക്കുകൾ കാണിക്കുന്നത് കാരണം എല്ലാം സെപ്പറേറ്റ് നമ്മൾ ക്രം കോട്ടിങ്ങും അതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തത് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 5 ഡോണറ്റ്സും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അതും നമുക്ക് ഇന്ന് തന്നെ വൈകുന്നേരം ഡെലിവറി ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ഒരു റെയിൻബോ കേക്കും ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. റെയിൻബോ കേക്കിന് കസ്റ്റമർ അയച്ചെന്ന് വെച്ചത് ഫുൾ ഫോണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ റേറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം കാരണം നമ്മൾ ഇതുപോലെ സ്റ്റിക്കർ വർക്കാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ. ഇത് നമ്മൾക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള കേക്കുകളാണ്. അപ്പോൾ ബൾക്കായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം ക്രം കോട്ടിങ് ഞാൻ രാത്രി തന്നെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എല്ലാ കേക്കും ക്രം കോട്ടിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷമാണ് കിടന്നത്. അപ്പോഴേക്കും സമയം ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായി പോയായിരുന്നു. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. ഇത് നമ്മളുടെ കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾക്കും പരിപാടി ഉണ്ട്. അപ്പോൾ പരിപാടി അറ്റൻഡ് ചെയ്യും വേണം. നമുക്ക് കേക്ക് എല്ലാം ഡെലിവറി ചെയ്യാനുണ്ട്. കേക്കിൻ്റെ കൂടെ ഒരു 5 പോപ്സും പിന്നെ ഒരു 5 കപ്പ് കേക്ക്. ഇതെനിക്ക് മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഡ്രസ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ വന്നത് ഒരു ലാവൻഡർ വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ തന്നെ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30-ക്കാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 5:45 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്ന് കരുതി. കാരണം ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാക്ക് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം കാറിനാണ് കേട്ടോ നമ്മൾ കൊണ്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കണത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വൈകുന്നേരം മറ്റേ കേക്കിൻ്റെ കൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് വേറൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഡിസൈനൊക്കെ ചെയ്ത് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത പേരൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ വന്നൊരു ഫോണ്ടൻറ്റ് കട്ടർ ഉണ്ട്, പക്ഷെ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫോണ്ടൻറ്റ് നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു വുഡിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ പേരിൻ്റെ ലെറ്റേഴ്സ് എടുത്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ വെക്കുന്ന ലെറ്റേഴ്സ് എന്തോരാണോ അല്ലെങ്കിൽ എത്ര ലെങ്ത് ഉണ്ട് പേരിനെന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ ഈ താഴത്തെ ആ ഒരു സംഭവം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എൻ്റെ ചെറിയ പേരായത് കാരണം ഞാൻ ഇത്രയും വീതിയിൽ എടുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ ഫോണ്ടൻറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ 2 കേക്കിനും ഞാൻ ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ പേര് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതേപോലെ നമുക്ക് കേക്കിനകത്ത് എഡിബിൾ അല്ലാത്ത ബട്ടർഫ്ലൈസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം കേക്ക് ഇതേപോലെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കാറുണ്ട് എഡിബിൾ വേണോ നോൺ എഡിബിൾ ആയിട്ടുള്ളത് വേണോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പറയണം. കാരണം ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർ ബട്ടർഫ്ലൈ കഴിക്കാൻ പറ്റണതാണെന്നൊക്കെ വിചാരിച്ചെടുത്ത് കഴിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിനോടും നമ്മളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഓവറോൾ ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ പേരും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫൈനലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ ഒരു ടോപ്പറും കൂടി വെക്കാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ അല്ല, ഫസ്റ്റ് ബർത്ത്ഡേ ആയത് കാരണം 1 എഴുതിയ ടോപ്പറാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇത്രയും സെറ്റാണ് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളും റെഡി ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ചെന്നപ്പോഴേക്കും അവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 6:30 കഴിഞ്ഞിട്ട് പ്രോഗ്രാം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും കേക്ക് കട്ടിങ് ഒക്കെ നടന്നു. നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്ക് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെയൊക്കെ തിരിച്ചു പോകുന്നായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നാളെ കുറച്ചധികം കേക്ക് ഓർഡേഴ്സൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോന്നു. വീട്ടിലെത്തി അന്നത്തെ ദിവസവും രാത്രി നമ്മൾ കുറച്ച് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് രാവിലെ തന്നെ ഡെലിവറി ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി തന്നെ അതും ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാരണം നമുക്ക് അല്ലെങ്കിൽ ഒട്ടും സമയം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഫ്രിഡ്ജ് ഒരെണ്ണം ഉള്ളത് കാരണം കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിലും കൂടി കൊണ്ടുപോയി വെച്ചിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഇത് നമുക്ക് ശനിയാഴ്ച ഒരു 11:30 മണിക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ കേക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ്. കാരണം മണവാട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഡിസൈൻ ചെയ്തു, സെറ്റ് ചെയ്തു. പിന്നെ ഡാനിക്കുട്ടൻ കുറച്ച് നേരമായിട്ട് എന്നെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് എന്നെ അമ്മയെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കണുണ്ടപ്പോൾ ഞാൻ വെറുതെ നമ്മുടെ ഈ ഒരു ആൽഫബറ്റ് ലെറ്റേഴ്സ് ഇതിലേക്ക് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ട് അവനത് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ അടുക്കിയൊക്കെ നല്ല കൊച്ചായിട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ആ ചെയ്യുന്ന ഗ്യാപ്പിനകത്ത് ഞാൻ പിന്നെ നമ്മുടെ അടുത്ത കേക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. ഇത് നമുക്കൊരു 28 ചടങ്ങിന് കട്ട് ചെയ്യാനായിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ അവർ ഇതേപോലത്തെ ഡിസൈനാണ് തന്നിട്ട് ഞാൻ അപ്പോൾ ആദ്യം ഞാൻ ഫോണ്ടൻ്റ് വെച്ച് ചെയ്തെങ്കിൽ ഫോണ്ടൻ്റ് എനിക്ക് അത്രയും അങ്ങോട്ട് സ്റ്റേബിളായിട്ട് നിന്നില്ല. പിന്നെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ പോലത്തെ ഡിസൈൻ ചെയ്തെടുത്ത കേട്ടോ. അങ്ങനെ കേക്ക് ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മളോട് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും ഹെസക്കുട്ടിയും കൂടി കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ ഹെസക്കുട്ടിക്കും ഡാനിക്കുട്ടനും ഒക്കെ ജലദോഷമൊക്കെ ഉള്ളത് കാരണമാണ് തലയിൽ ആ ഒരു സ്കാർഫൊക്കെ കെട്ടി കൊണ്ടുപോയത്. വയ്യാത്തത് കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ. പിന്നെ അധികം കരയിക്കണ്ടല്ലോ എന്ന് കരുതി കൊണ്ടുപോയതാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ കേക്ക് കൊണ്ട് ഡെലിവറി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ അടുത്ത കേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടോ. അപ്പോൾ ഇന്നത്തെ ഫൈനലായിട്ടുള്ള കേക്കായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കും എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഡ്രിപ്പായിട്ട് കൊടുത്തെങ്കിലും ഡ്രിപ്പ് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ഒഴുകി വന്നില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതൊന്നും ഇങ്ങനെ സെറ്റായിപ്പോയി. അപ്പോൾ അത് കാരണം പിന്നെ ഇതേപോലെ ഒരു ഡബിൾ ഷെയ്ഡ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്തൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ കൊടുത്തിട്ടു. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും തിരക്കുകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.